എന്തിനാ ഈ പാക് തീവ്രവാദി? ഇതിലെന്താ പാക് തീവ്രവാദം? മുണ്ടഴിച്ച് നോക്കിയിട്ട് പാകിസ്ഥാനിയാണോ ഇന്ത്യക്കാരനാണോ എന്നല്ലല്ലോ നോക്കിയത്. മുണ്ടഴിച്ച് നോക്കിയിട്ട് കലിമ ചൊല്ലിച്ചത് ഇന്ത്യക്കാരനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അവിടെ അത് ചോദിച്ചത് എന്തിനാ? അത് മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഹിന്ദു ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാൻ സാധിക്കാത്ത? ഇവിടെ അത് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് എടാ മരമോന്ത്, കാശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മാത്രമൊന്നല്ല, അവിടെ മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ വന്ന സഞ്ചാരികളിലെ രക്ഷിക്കാൻ തീവ്രവാദികളുടെ തോക്കിന്റെ മുന്നിൽ രക്തസാക്ഷിയായത് ഒരു മുസൽമാനാണ്. അവിടെ വന്ന സഞ്ചാരികളെ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല ആ മുസൽമാൻ തീവ്രവാദികളുടെ തോക്കിന്റെ മുമ്പിൽ രക്തസാക്ഷിയായത്. ഇതൊക്കെ പറയാൻ നിനക്കെന്താണ് അത്ര മടി? നിനക്കെന്നല്ല, നിന്നെ പോലുള്ള സംഖ്യകൾക്കൊക്കെ ഇത് പറയാൻ ഭയങ്കര മടിയാണല്ലോ. മുസ്ലിങ്ങൾ തീവ്രവാദികൾ എന്ന് പറയാൻ നിനക്കൊന്നും നാക്കിന് ഒരു ഉളുക്കൂല്ലല്ലോ. പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയാൻ നിനക്കൊക്കെ അവിടെ ഇരുന്ന് മടിയാണ് കേടാ. എന്താടാ മടി നിനക്കൊക്കെ? ഇത് പറയണ്ടേ? അതായത് ഇവിടെ നടന്ന ഈ തീവ്രവാദത്തിന്റെ രീതിയെ കുറിച്ച് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ഈ എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള നടക്കാത്ത സാധനം അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് മറ്റേ ശൂലം കുത്തിക്കയറ്റിന്റെ കഥയൊക്കെ നിങ്ങൾ പറയണത് യഥാർത്ഥത്തിൽ അത് എവിടെയാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയോ? അത് നടക്കാത്ത സാധനം അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഥ പറയുന്ന ആളുകൾ ഈ തീവ്രവാദത്തിന്റെ ആ രീതിയെ നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത എന്താണ്? നാട്ടിലും വീട്ടിലും വിലയില്ലാത്ത ആരിഫ് ഖുഷിയ. നിനക്ക് ആകപ്പാട് വിലയുണ്ടെങ്കിൽ ഈ ജനൻ TV എന്ന് പറയുന്ന മലൻ TVക്കകത്ത് മാത്രം വിലയുള്ളതെന്ന കാര്യം നമുക്കറിയാം. നിനക്ക് അവിടെ നെട്ടല് നിവർത്തിക്കൊണ്ട് പറയാൻ കഴിയോ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് സംഘികളാണെന്ന് നിനക്ക് പറയാൻ കഴിയോ? നിനക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ആരിഫ് ഖുഷിയ. കാരണം നിനക്ക് നെട്ടലിന്റെ പകരം അവിടെ വാഴപ്പിണ്ടിയാണ് ആരിഫ് ഖുഷിയ വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നീ സംഖ്യകൾക്ക് ഓശാന പാടുന്ന ഒരു ഓശാന ഓളിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒരു കഥയുണ്ട്. ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണെന്നാണ് കേട്ടിരിക്കുന്നത്. അതുപോലെയാണ് ഈ മലൻ TVക്ക് നീ. കാശ്മീരിലുണ്ടായ തീവ്രവാദി വെടിവെപ്പില് കേരളത്തിലെ ഒരു വർഗീയത ഉണ്ടാക്കാൻ മലൻ TV ശിഖണ്ഡിയായ നിന്നെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്ന നാടകമാണെന്ന് നിനക്കും അറിയാം, അത് മലൻ TVക്ക് അറിയാം. കൂനുമേൽ കുരു എന്ന് പറയുന്ന പോലെ അവിടെ ഇരുന്ന് വർഗീയത പറയാതെ എണീറ്റ് പോടാ ശിഖണ്ഡി ആരിഫ് ഖുഷിയ.